വീട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ട സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം നോക്കിയത് ഇൻറ്റീരിയർ വർക്കിനെ പറ്റിയാണ്. അപ്പം ഒരു വീടിൻ്റെ പുറമേടേക്കാൾ ഏറ്റവും ഭംഗിയുള്ളത് ഇൻറ്റീരിയറാണ്. അപ്പം നോക്കി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ തപ്പിയപ്പോൾ കിട്ടിയത് റെഗുലേഴ്സാണ്. അവരുടെ വർക്കൊക്കെ കണ്ടു, അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തതാണ്. ഈ ഒരു വീട് ഈ രീതിയിലാവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് അനിയനാണ്, ലാൻസ്. വർക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഇവരിവിടെ ഉണ്ടായിരുന്നു. ഞാൻ എബ്രോഡ് ആയതുകൊണ്ട് തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒടിച്ച് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. അത് എൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ലാൻസ്. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ കാര്യങ്ങൾ. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഓടിയത് ലാൻസും മമ്മിയും കൂടാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പം ഇന്ത്യയിൽ ആദ്യമേ ചെയ്യണത് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം റെഫറൻസ് നോക്കിയപ്പം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യിക്കുന്നതും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആയാലും കസ്റ്റമർ റിവ്യൂ ആയാലും എല്ലാം ചേട്ടനായിരുന്നു നടന്നിരുന്നത്. കിച്ചൻ്റെ കാര്യം പറയുമെങ്കിൽ കിച്ചണാണ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും. കിച്ചൻ്റെ ഫുൾ ക്രെഡിറ്റ് ചേച്ചിക്കാണ് കൊടുക്കുന്നത്. ചേച്ചിയാണ് കളർ സെലക്ട് ചെയ്ത് വാൾ ടൈല്, ഫ്ലോർ ടൈല് ഫുള്ള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും. ആ ലൈറ്റിംഗ് ആണ് ഭയങ്കര എഫക്റ്റായിട്ട് തോന്നുന്നുണ്ട്. കിച്ചണും നല്ലോണം സിങ്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പം സനുവേട്ടൻ തന്നെ പറഞ്ഞു ആ കിച്ചൺ തന്നെ ഒരുപാട് പേർക്ക് വേണമെന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ വീട്ടിലെ പ്ലാൻ വെച്ച് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് തന്നെ. വീട് പൊളിക്കുന്നതിന് മുമ്പിട്ട് തന്നെ ചേട്ടൻ നമ്മൾ വന്ന് എല്ലാം കണ്ടു, എല്ലാം ഓക്കെ ആക്കി. പിന്നെ കൺസ്ട്രക്ഷനായിട്ടുള്ള ഒരുപാട് സജഷൻസ് തന്നു. പിന്നെ ഞാനോട് ഡിസ്കസ് ചെയ്തു. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് വീടിൻ്റെ ഓരോ ഫോട്ടോസും എല്ലാം റെഫറൻസ് എടുത്ത് എല്ലാം അയച്ചു കൊടുക്കും. എല്ലാം അയച്ചു കൊടുത്ത് ചേട്ടൻ പറയും കൊള്ളത്തിൽ അന്നേരം തന്നെ പറയും. അങ്ങനെയാണ് വീട് ഇത്ര ഇങ്ങനെ ആക്കിയെടുത്തത്. ഇപ്പോൾ 3D ആയാലും എല്ലാം. ഇപ്പോൾ സ്റ്റെയർ ആയെങ്കിൽ പഴയ സ്റ്റെയർ ആയിരുന്നു ഇവിടെ. ചേട്ടനാണ് വന്ന് പറഞ്ഞത് ഇത് പൊളിച്ചിട്ട് പുതിയതായിട്ട് ചെയ്യാം, നമുക്ക് തേക്ക് കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അത് അടിപൊളിയായിട്ട് വന്നു. പിന്നെ ലൈറ്റിൻ്റെ പൊസിഷൻസ് ആയാലും എല്ലാം എന്നോട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ആക്ച്വലി ഫൈനൽ ഔട്ട്പുട്ടാണ് ഇപ്പോൾ തന്നെ. ഫ്രണ്ട്സ് എല്ലാം വന്നു. അവർക്കെല്ലാം ഭയങ്കര ഹാപ്പി. അവർ എല്ലാവരും പറയുന്നൊരു റിസോർട്ട് ഫീലാണെന്നാണ് ഈ കോട്ടയാടും ബെഡ്റൂമും എല്ലാം കാണുമ്പോൾ തന്നെ. ഭയങ്കര ഹാപ്പി എല്ലാവരും, ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും. പിന്നെ ഈ ഫോട്ടോ അലൈൻമെൻറ്റ് തന്നെ ചേട്ടൻ രാത്രി 12 മണിക്കൊക്കെ വന്ന് ഇവിടെ നിന്ന് ചെയ്തു തരുമായിരുന്നു എനിക്ക് വേണ്ടി. എനിക്കൊരു ഫാമിലിയുടെ പഴയ ഒരു ഓർമ്മ വേണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ആ സാധനം. ഇവർ രാവും പകലും ഇല്ലാതെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം പ്രൊഫഷണലിസം ഇതിനകത്തുണ്ടെന്നും എന്തുമാത്രം കമ്മിറ്റ്മെൻറ്റ് ഒരു വർക്ക് അവർ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. രാവിലെ 9:00 വർക്ക് തുടങ്ങി തന്നെ രാത്രി 9:30, 12:30, 3 മണി വരെയൊക്കെ വർക്ക് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാര്യം അത്രയും പ്രൊഫഷണലായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് വർക്കെല്ലാം. നമുക്ക് പാലാച്ചിന് ടൈം ലൈൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ലീവായാലും ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളാണെങ്കിലും എല്ലാം നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലിമിറ്റിനകത്ത് വെച്ച് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ആൾക്കാർ കോപ്പറേറ്റ് ചെയ്തു. ഇൻറ്റീരിയർ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീട് ഇത്രയേറെ ഒരു ഭംഗിയാക്കി തീർത്തത് സനൂപ. അതിന് പ്രത്യേകം നന്ദി പറയുന്നു.